ആംഗിൾസിന്റെ സം 180 ഡിഗ്രി എങ്ങനെ പ്രൂവ് ചെയ്യാം? ട്രയാങ്കിളിന്റെ ആംഗിൾസിന്റെ സം 180 ഡിഗ്രി ആണ് എങ്ങനെ പ്രൂവ് ചെയ്യാം? ഓക്കെ, ലിസൺ ഹിയർ. മിസ് അത് പ്രൊട്ടക്ടറും കൊണ്ട് ചെയ്യാൻ പറ്റൂലേ? എന്തോ? പ്രൊട്ടക്ടറും കൊണ്ട്. പ്രൊട്രാക്ടറും കൊണ്ട് പ്രൂവ് ചെയ്യാം. പ്രൂഫ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കറക്റ്റ് മെഷർമെന്റ് എടുത്തിട്ടല്ല ചെയ്യുന്നത്. പ്രൂഫ് എന്ന് പറഞ്ഞാൽ ഒരു തിയറി പ്രൂവ് ചെയ്യാൻ മെഷർമെന്റ് ആവശ്യമില്ല. തെളിവിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന സമയത്ത് അത് മെഷർമെന്റ് എടുത്തിട്ടല്ല ചെയ്യാം. ഒരു ട്രയാങ്കിൾ വരയ്ക്കാം. ഓക്കെ, എ ബി സി എന്ന് പറയുന്ന ഒരു ട്രയാങ്കിൾ. എ ബി സി, എ ബി സി എന്ന് പറയുന്ന ഒരു ട്രയാങ്കിൾ. ഇത് നമുക്ക് എന്ത് ചെയ്യണം? കോൺ എ ഈക്വൽ ടു കോൺ എ പ്ലസ് കോൺ ബി പ്ലസ് കോൺ സി ഈക്വൽ ടു എന്താണെന്ന് തെളിയിക്കണം? 180 ഡിഗ്രി ആണെന്ന് തെളിയിക്കണം. അപ്പം കോൺ എ 1 ആയിട്ട് എടുക്കാം, ഒന്നാമത്തെ കോൺ. കോൺ ബി 2, കോൺ സി 3. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? നമുക്ക് പാരലൽ ലൈൻസിന്റെ കുറെ പ്രോപ്പർട്ടീസ് അറിയാം. ആംഗിൾസിന്റെ പാരലൽ ലൈൻസിന്റെ കുറെ പ്രോപ്പർട്ടീസ് അറിയാം ആംഗിൾസിന്റെ. അതിനു വേണ്ടി ഈ ബി സി എന്ന് പറയുന്ന ലൈനിന് പാരലൽ ആയിട്ട് പോയിന്റ് എയിലൂടെ ഒരു ലൈൻ വരയ്ക്കാം. ബി സി എന്ന് പറയുന്ന ലൈനിന് പാരലൽ ആയിട്ട് പോയിന്റ് എയിലൂടെ ഒരു ലൈൻ വരയ്ക്കാം. പി ക്യൂ. പി ക്യൂ എന്ന് പറയുന്ന ലൈൻ വരച്ചു. ഓക്കെ, പി ക്യൂ പാരലൽ ടു എ ബി, സോറി ബി സി. ബി സിക്ക് പാരലൽ ആയിട്ടാണ് നമ്മൾ പി ക്യൂ വരച്ചത്. ഇവിടെ രണ്ട് ആംഗിൾസും കൂടി ഉണ്ടല്ലോ. ഇത് നാലാമത്തെ ആംഗിൾ, ഇത് അഞ്ചാമത്തെ ആംഗിൾ. ഓക്കെ, ഇനി വേറൊരു കാര്യം ശ്രദ്ധിക്കാം. ഈ പി ക്യൂ എന്ന് പറയുന്ന ലൈനിൽ 3 ആംഗിൾസ് ഇവിടെ വരുന്നുണ്ട്, ഇല്ലേ? 3 ആംഗിൾസ് ഇവിടെ വരുന്നുണ്ട്. ഏതൊക്കെ? കോൺ 4, കോൺ 4, പിന്നെ കോൺ 1, കോൺ 1 പ്ലസ് കോൺ 5, കോൺ 5. ഈ 3 ആംഗിൾസും കൂടി ആഡ് ചെയ്താൽ എത്ര കിട്ടും? ഒരു ലൈനിന്റെ മേലെ വരുന്ന എല്ലാ ആംഗിൾസും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 180 ഡിഗ്രി കിട്ടുമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്, അല്ലേ? ഒരു ലൈൻസിന്റെ മേലെ വരുന്ന എല്ലാ ആംഗിൾസും കൂടി ആഡ് ചെയ്യുമ്പോൾ 180 ഡിഗ്രി കിട്ടും. ഓക്കെ, അങ്ങനെ ആവുമ്പോൾ കോൺ 4 പ്ലസ് കോൺ 1 പ്ലസ് കോൺ 5 is equal to 180 ഡിഗ്രി. ആ മൂന്നും കൂടിയാൽ 180 ഡിഗ്രി കിട്ടുമല്ലോ. ഇനി വേറൊരു കാര്യം നോക്കിയേ. ഈ കോൺ 4ന് പകരം കോൺ 4ന് ഈക്വൽ ആയിട്ടുള്ള വേറൊരു കോൺ ഇവിടെ ഉണ്ട് ഈ ഡയഗ്രത്തിൽ. ഏതാണെന്ന് പറയാൻ പറ്റുമോ? കോൺ 4ന് ഈക്വൽ ആയിട്ടുള്ള വേറൊരു കോൺ ഇവിടെ ഉണ്ട്.
കോൺ 4ന്റെ അതേ മെഷർമെന്റ് വരുന്ന വേറൊരു കോൺ. ഏതാ അത്? കോൺ 2 അല്ലേ? കോൺ 4ഉം കോൺ 2ഉം ഈക്വൽ ആണ്. അതെങ്ങനെയാ? എങ്ങനെ? ഒരു പാരലൽ ലൈൻസിനെ ഒരു ലൈൻ കട്ട് ചെയ്യുന്ന സമയത്ത് അവിടെ വരുന്ന ആൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് കോൺ 4ഉം കോൺ 2ഉം അല്ലേ? കോൺ 4ഉം കോൺ 2ഉം ആൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് ആയതുകൊണ്ട് കോൺ 4 ഈക്വൽ ടു കോൺ 2. കോൺ 4 ഈക്വൽ ടു കോൺ 2. എന്താ അതിന്റെ റീസൺ? alternate interior angles. alternate interior angles ആയതുകൊണ്ട് കോൺ 4 ഈക്വൽ ടു കോൺ 2. ഇനി കോൺ 5ന് ഈക്വൽ ആയിട്ടുള്ള വേറെ ഏത് കോണാണ് ഉള്ളത്? കോൺ 5 ഈക്വൽ ടു കോൺ, ഇവിടെ ഏതാ ആൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് വരുന്നേ? കോൺ 5ന്റെ ആൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾ ഏതാ? കോൺ 3. അതും ആൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് ആയതുകൊണ്ട് കോൺ 5 ഈക്വൽ ടു കോൺ 3. ഇന്റീരിയർ ആംഗിൾസ്. ഇനി ഈ ഒന്നാമത്തെ ഇക്വേഷൻ നമ്മൾ എഴുതിയില്ലേ? എന്ത്? അതിൽ നമ്മൾ പേര് നമ്പർ 1 എന്ന് കൊടുക്കുക. ഇക്വേഷൻ നമ്പർ 1. ഈ ഒന്നാമത്തെ ഇക്വേഷനെ ഇക്വേഷന്റെ പ്ലേസിൽ കോൺ 4ന്റെ പ്ലേസിൽ കോൺ 2 കൊടുക്കുക. സബ്സ്റ്റിറ്റ്യൂട്ട് ഈ രണ്ടാമത്തെ മൂന്നാമത്തെ ഇക്വേഷൻ കൂടി ഒന്ന് പറയാം. ഇത് രണ്ടാമത്തെ ഇക്വേഷൻ, ഇത് മൂന്നാമത്തെ ഇക്വേഷൻ. സബ്സ്റ്റിറ്റ്യൂട്ട് ഇക്വേഷൻ 2 and three in equation 1. ഈ രണ്ടാമത്തതും മൂന്നാമത്തതും ഇക്വേഷൻ നമ്മൾ എഴുതിയില്ലേ? കോൺ 4 ഈക്വൽ ടു കോൺ 2, കോൺ 5 ഈക്വൽ ടു കോൺ 3. അത് നമ്മൾ ഇക്വേഷൻ 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അതായത് കോൺ 4ന്റെയും കോൺ 5ന്റെയും പ്ലേസിൽ നമ്മൾ ഈക്വൽ ആയിട്ട് കണ്ടുപിടിച്ച ബാക്കി മറ്റേ കോണിന്റെ പേര് കൊടുക്കുന്നു. അങ്ങനെ വരുമ്പോ കോൺ 4ന് പകരം നമുക്ക് കോൺ 2 എന്ന് എഴുതാം, പ്ലസ് കോൺ 1. കോൺ 1 മാറ്റേണ്ട ആവശ്യമില്ല. കോൺ 1 പ്ലസ് കോൺ 4ന് പകരം 5ന് പകരം കോൺ 3 എന്ന് എഴുതാം. That will be equal to 180 degree. അപ്പൊ കോൺ 2 എന്ന് പറഞ്ഞാൽ this കോൺ, കോൺ 1 ഇത്, കോൺ 3 ഇത്. So 1 plus 2 plus 3, con 1 plus con 2 plus con 3 is equal to 180 degree. ഇങ്ങനെയാണ് നമ്മൾ പ്രൂഫ് ചെയ്യുന്നത്. ഇത് മനസ്സിലായോ? ഇത് മനസ്സിലായോ? ഇത് ജസ്റ്റ് നിങ്ങളൊന്ന് വരച്ചിട്ട് ഇതേപോലെ ഒന്ന് എഴുതി വെച്ചേ. എന്നിട്ട് അതിന്റെ താഴെ തിയറം എന്ന് പറഞ്ഞിട്ട് എഴുതാം. Theorem, the sum of three angles in a
triangle is 180 degree. ഇത് ജസ്റ്റ് ഇതേപോലെ ഒന്ന് വരച്ചിട്ട് ഒന്ന് എഴുതി വെക്കാം. എന്നിട്ട് തിയറം ഇതേപോലെ ഒരു ബോക്സിലും എഴുതി വെക്കാം. The sum of 3 angles in a triangle is 180 degree. Page number 126 ഒന്ന് എടുത്തേ. Page number 126. അതിനകത്ത് ഏറ്റവും താഴെ using the above property we arrive at the following important results. കുറച്ച് റിസൾട്ട്സ് കൊടുത്തിട്ടുണ്ട് അവിടെ. ട്രയാങ്കിളിന്റെ കേസിൽ വരുന്നതാണത്. ഫസ്റ്റ് വൺ, a triangle cannot have more than one right angle. ഒരു ട്രയാങ്കിൾ, റൈറ്റ് ആംഗിളിന്റെ ട്രയാങ്കിൾ എന്താ നിങ്ങൾക്ക് അറിയാം. ഒരു ആംഗിൾ 90 ഡിഗ്രി വരുന്നതാണ് റൈറ്റ് ആംഗിളിന്റെ ട്രയാങ്കിൾ. എന്നാൽ ഒരു ട്രയാങ്കിളില് ഒറ്റൊരു റൈറ്റ് ആംഗിൾ മാത്രമേ വരുള്ളൂ. ഒന്നിൽ കൂടുതൽ റൈറ്റ് ആംഗിൾസ് വരില്ല. എന്തുകൊണ്ടാ? രണ്ട് റൈറ്റ് ആംഗിൾസ് വരികയാണെങ്കിൽ ആ രണ്ടിന്റെയും സം 180 ഡിഗ്രി വരും. 90 + 90 180 ഡിഗ്രി വരും. പിന്നെ അവിടെ മൂന്നാമതൊരു ആംഗിളിന് എന്തുണ്ടാവില്ല? ചാൻസ് ഉണ്ടാവില്ല. ട്രയാങ്കിൾ ആവണമെങ്കിൽ 3 ആംഗിൾസും കൂടിയാൽ മാത്രമേ 180 ഡിഗ്രി വരാൻ പാടുള്ളൂ. അതുകൊണ്ട് ഒരു ട്രയാങ്കിൾ ഒരു റൈറ്റ് ആംഗിൾ മാത്രമേ ഉണ്ടാവൂ. അത് നമുക്ക് ജസ്റ്റ് വരച്ച് നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഇതൊരു റൈറ്റ് ആംഗിൾ. ഓക്കെ, ഇനി നമ്മള് ഇവിടെ വേറൊരു റൈറ്റ് ആംഗിൾ കൂടി വരച്ചാലോ? നമുക്കിതൊരു ട്രയാങ്കിൾ ആയി മാറ്റാൻ പറ്റുമോ? ഒരു ട്രയാങ്കിൾ ആക്കി മാറ്റാൻ പറ്റുമോ? രണ്ട് റൈറ്റ് ആംഗിൾസ് വരച്ചിട്ടുണ്ടെങ്കിൽ ഒരു ട്രയാങ്കിൾ ആക്കി മാറ്റാൻ പറ്റുമോ? ഇല്ല. ഇനി ഇത് നമുക്ക് ജസ്റ്റ് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്ത് വെച്ചാൽ, അതായത് ഇവിടുന്ന് ഇങ്ങോട്ടാണ് വരയ്ക്കുന്നതെങ്കിൽ മാത്രമേ നമുക്ക് ഇതൊരു ട്രയാങ്കിൾ ആക്കി മാറ്റാൻ പറ്റുള്ളൂ. അപ്പൊ രണ്ട് റൈറ്റ് ആംഗിൾസ് വെച്ചിട്ട് ഒരു ട്രയാങ്കിൾ ഉണ്ടാവില്ല. ഒരു ട്രയാങ്കിളിൽ ഒരു റൈറ്റ് ആംഗിൾ മാത്രമേ ഉണ്ടാവുള്ളൂ. A triangle cannot have more than one right angle. ഇതേ പ്രോപ്പർട്ടി തന്നെയാണ് ഒബ്റ്റ്യൂസ് ആംഗിളിന്റെ കേസിലും വരുന്നത്. ഇപ്പൊ ഒബ്റ്റ്യൂസ് ആംഗിൾ വെച്ചിട്ട് നമുക്ക് ഒരു ട്രയാങ്കിൾ ഉണ്ടാക്കുന്നു. ഒബ്റ്റ്യൂസ് ആംഗിൾ എന്ന് വെച്ചാൽ 90 ഡിഗ്രിനേക്കാളും കൂടിയത്. ഒരു ഒബ്റ്റ്യൂസ് ആംഗിൾ വരച്ചു. ഇനി അതേപോലെ ഈ വെർട്ടെക്സിൽ നിന്നും ഒരു ഒബ്റ്റ്യൂസ് ആംഗിൾ വരയ്ക്കുകയാണെങ്കിൽ നമുക്കൊരു ട്രയാങ്കിൾ കിട്ടുമോ? ഇല്ല. ഈ ആംഗിൾ, ഈ സൈഡ് ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതൊരു ട്രയാങ്കിൾ ആക്കി മാറ്റാൻ പറ്റുള്ളൂ. അപ്പോ ഒരു ട്രയാങ്കിൾ ഒരു ഒബ്റ്റ്യൂസ് ആംഗിൾ മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. ഓക്കെ, ഒരു ട്രയാങ്കിളിൽ ഒന്നിൽ കൂടുതൽ റൈറ്റ് ആംഗിൾസ് ഉണ്ടാവില്ല. അതേപോലെ ഒരു ട്രയാങ്കിളിൽ ഒന്നിൽ കൂടുതൽ ഒബ്റ്റ്യൂസ് ആംഗിളും ഉണ്ടാവില്ല. അതാണ് ആദ്യത്തെ രണ്ട് പോയിന്റ്സ് പറഞ്ഞിരിക്കുന്നത്. എ ട്രയാങ്കിൾ കനോട്ട് ഹാവ് മോർ ദാൻ വൺ റൈറ്റ് ആംഗിൾ. രണ്ടാമത്തത് എ ട്രയാങ്കിൾ കനോട്ട് ഹാവ് മോർ ദാൻ വൺ ഒബ്റ്റ്യൂസ് ആംഗിൾ. നെക്സ്റ്റ് പേജിൽ തേർഡ് പോയിന്റ് കൊടുത്തിട്ടുണ്ട്. ഇൻ എ റൈറ്റ് ട്രയാങ്കിൾ ദ അതർ ടു ആംഗിൾസ് ആർ acute and the sum is 90 degree. That is, the acute angles of a right angles are complementary. ഒരു റൈറ്റ് ആംഗിളിന്റെ ഒരു ആംഗിൾ എപ്പോഴും 90 ഡിഗ്രി ആയിരിക്കും. ബാക്കി രണ്ട് ആംഗിൾസ് എപ്പോഴും അക്യൂട്ട് ആംഗിൾസ് ആയിരിക്കും. അതിന്റെ സം 90 ഡിഗ്രിയും ആയിരിക്കും. അതായത് ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാംഗിളിന്റെ റൈറ്റ് ആംഗിൾ അല്ലാത്ത ബാക്കി രണ്ട് ആംഗിൾസും കോംപ്ലിമെന്ററി ആംഗിൾസ് ആയിരിക്കും. എന്താ കോംപ്ലിമെന്ററി ആംഗിൾസ്? ആംഗിൾസ് whose sum is 90 degree is called complementary angles. അപ്പോൾ ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാംഗിളിന്റെ റൈറ്റ് ആംഗിൾ ഒഴികെയുള്ള ബാക്കി രണ്ട് ആംഗിൾസും കോംപ്ലിമെന്ററി ആംഗിൾസ് ആയിരിക്കും. അതായത് അതിന്റെ രണ്ടിന്റെയും സം
90 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, ആ 3 പോയിന്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്തു വെച്ചു. ഒരു റൈറ്റ് ട്രയാങ്കിളിൽ വരുന്ന അക്യൂട്ട് ആംഗിൾസ് എപ്പോഴും കോംപ്ലിമെന്ററി ആംഗിൾസ് ആയിരിക്കും. കോംപ്ലിമെന്ററി ആംഗിൾസ് എന്ന് വെച്ചാൽ സം 90 ഡിഗ്രി ആയിരിക്കും. അതിൽ കുറച്ച് സോൾഡ് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. എക്സാമ്പിൾ 1. If two angles of a triangle are 41 degree and 48 degree, find its third angle. ഒരു ട്രയാങ്കിളിന്റെ രണ്ട് ആംഗിൾസിന്റെ മെഷർമെന്റ് തന്നിട്ടുണ്ട്, 41 ഡിഗ്രി 48 ഡിഗ്രി. തേർഡ് ആംഗിളിന്റെ മെഷർമെന്റ് എത്രയായിരിക്കും? എത്രയായിരിക്കും? മൂന്നും കൂടി കൂട്ടിയാൽ 180 ഡിഗ്രി കിട്ടണം. അപ്പൊ മൂന്നാമത്തെ ആംഗിൾ എത്രയായിരിക്കും? ഒന്ന് കണ്ടുപിടിച്ച് നോക്കിയേ. അതിൽ തന്നെ കൊടുത്തിട്ടുണ്ട്, എന്നാലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കിയേ. Sum of three angles എത്രയാ? Sum of three angles is equal to 180 degree. അതായത് തന്നിരിക്കുന്നത് എത്രയ്ക്കാ? 41 ഡിഗ്രി പ്ലസ് 48 ഡിഗ്രി പ്ലസ് അറിയാത്ത ആംഗിളിനെ നമ്മൾ എക്സ് എന്നെടുത്തു. x is equal to 180 degree. 41 plus 48, 89 plus x is equal to 89 plus x is equal to 180 degree. Then അതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? x ന്റെ വാല്യൂ കണ്ടുപിടിക്കാം. Then x is equal to 180 minus 89, that is equal to 91 degree. അപ്പോൾ മൂന്നാമത്തെ ആംഗിൾ 91 ഡിഗ്രി. ഒരു ക്വസ്റ്റ്യൻ എഴുതിക്കോ. If two angles of a triangle is, if two angles of a triangle are 56 degree and 72 degree, then find its third angle. ഒന്ന് കണ്ടുപിടിച്ചേ. ഒരു ട്രയാങ്കിളിന്റെ രണ്ട് ആംഗിൾസ് 56 ഡിഗ്രിയും 72 ഡിഗ്രി ആണെങ്കിൽ മൂന്നാമത്തെ ആംഗിൾ എത്രയായിരിക്കും? 52 ആ വരുന്നത്. 56 plus 72 plus x is equal to 180. 56 plus 72 128 അല്ലേ? 128 plus x is equal to 180. Then x is equal to 180 minus 128 is equal to 52. 52 degree.
ഓക്കെ, ഹോംവർക്കിന് ഇതിൽ ക്വസ്റ്റ്യൻസ് ഉണ്ടോ നോക്കട്ടെ. മിസ് ഞാനും ഇതേ വേ തന്നെ ചെയ്തോ, പക്ഷെ ആൻസർ മാത്രം തെറ്റി. എന്നാ മൈനസ് ചെയ്ത് തെറ്റിപ്പോയിട്ടുണ്ടാവും. പേജ് നമ്പർ 131. 131 അതിൽ എക്സൈസ് 10A ഫസ്റ്റ്. ഓക്കെ, ഒന്നാമത്തെയും ഒന്നാമത്തതും രണ്ടാമത്തതും fill in the blanks ഉം രണ്ടാമത്തെ question, if the measurements of two angles of a triangle are 52 and 78, find the measure of the third angle. അത് രണ്ടെണ്ണം homework ആയിട്ട് ചെയ്യാം. ഓക്കെ, ബാക്കി അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ബൈ.